72 വയസ്സുകാരിയായ അന്നമ്മയുടെ ഒറ്റമുറി വീട്ടിൽ വന്ന വൈദ്യുതി ബിൽ 5,00,000 രൂപയോളം. നിസ്സഹായയായ വൃദ്ധ പകച്ചു നിൽക്കുമ്പോൾ KSEB ഉദ്യോഗസ്ഥർ ഫ്യൂസും ഊരി. ഇപ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം മാത്രമാണ് വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്ക് ആശ്രയം. സാധാരണ 200 രൂപ മുതൽ 400 രൂപ വരെയാണ് വൈദ്യുതി ബിൽ വരാറുള്ളത്. എന്നാൽ കഴിഞ്ഞ മാസം 15-ാം തീയതി കിട്ടിയ ബില്ല് കണ്ട് അന്നമ്മ ഷോക്കടിച്ചിരുന്നു പോയി. 49,710 രൂപ. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച അന്നമ്മ കൂലിപ്പണി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു. അതുകൊണ്ട് കൂലിപ്പണിക്ക് പോകാനും പറ്റുന്നില്ല. വിവാഹിതയായ മകളുടെ സഹായത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അമിത ബില്ലിനെതിരെ KSEBയുടെ പീരുമേട് സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയിരുന്നു. സഹായിച്ചില്ലെന്ന് മാത്രമല്ല, വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. ഇപ്പോൾ 17 ദിവസമായി വീട്ടിൽ വെളിച്ചമില്ല. ഭയത്തോടെയാണ് അന്നമ്മ രാത്രി തള്ളി നിൽക്കുന്നത്. കൊച്ചുമകൻ കൂടെയുള്ളതാണ് ഏക ആശ്വാസം. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ഇടിമിന്നലുണ്ടായിരുന്നു. അന്ന് തകരാറിലായ മീറ്റർ അധികൃതർ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. പുതിയ മീറ്റർ റീഡിംഗ് പ്രകാരമാണ് കൂടുതൽ തുക വന്നിരിക്കുന്നത്. അതിന് അന്നമ്മ എന്തു പഴിച്ചു? KSEB ഫ്യൂസ് ഊരിയതിൽ നാട്ടിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. അന്നമ്മയുടെ വീട്ടിലെ മീറ്ററിന് സമീപം കിട്ടിയിരുന്ന പട്ടിയെ ഭയന്ന് 2019 ഡിസംബർ മുതൽ 22 ഡിസംബർ വരെ മീറ്റർ റീഡിംഗ് എടുത്തിട്ടില്ലെന്നും ഇതാണ് ഇത്രയും വലിയ തുക ബില്ല് വരാൻ കാരണമെന്നുമാണ് KSEBയുടെ വിശദീകരണം. അന്നൊക്കെ ശരാശരി തുകയുടെ ഡോർ ലോക്ക് ബിൽ, അതായത് വീട്ടിൽ ആളില്ലാതെ റീഡിംഗ് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നൽകുന്ന ബില്ലാണ് നൽകിയത്. 2023 ഫെബ്രുവരിയിൽ പുതിയ റീഡർ വീട്ടുടമയെ കൊണ്ട് പട്ടിയെ മാറ്റിച്ച ശേഷം യഥാർത്ഥ റീഡിംഗ് എടുത്തു. 3 വർഷത്തെ കുടിശ്ശിക 46,815 രൂപയും ചേർത്താണ് പുതിയ ബിൽ കൊടുത്തതെന്നാണ് പീരുമേട് സെക്ഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ ന്യായീകരണം. അല്ലെങ്കിലും പാവങ്ങളുടെ നെഞ്ചത്ത് കയറാൻ ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് എന്തൊരു ഉത്സാഹമാണെന്നറിയാമോ? അത്താഴ പട്ടിണിക്കാരോടെ നടക്കൂ. വലിയ ഏമാന്മാരുടെ മുന്നിൽ നിൽക്കാൻ മുട്ടടിക്കും, മുള്ളുകയും ചെയ്യും. വലിയ വലിയ കമ്പനികൾ ലക്ഷക്കണക്കിന് തുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാനുള്ളത്. അവരുടെ ഫ്യൂസ് ഒന്ന് ഊരിയാട്ടെ. അല്പം വിറയ്ക്കും ഫ്യൂസ് ഊരുന്ന കൈകൾ.